जब गोवा इंटरव्यू पे है ग्रेट स्टेज ग्रेट लास्ट मिनट डील्स वेदर इज डील्स बुक करो और होटल्स गोवा इंटरव्यू पे बुक करो. Unexpected electricity bill. LG introduces India's first AC with Energy Manager Plus. ഞാനത് മെയിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോ. ശരി, സാറിന് അപ്ഡേറ്റ് ചെയ്തേക്കും. ഓക്കെ ശരി, ബാക്കി ഇപ്പോൾ കംപ്ലീറ്റ്. ഇതെല്ലാം അക്രമങ്ങളായി മാറി. പത്തെടുത്ത കൊലപാതകങ്ങൾ, കഞ്ചാവ്, സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാനുണ്ടല്ലോ. മോനെ, ഞാൻ കുറച്ച് ഇൻസ്റ്റാമാർട്ടിൽ കുറച്ച് സാധനം ഓർഡർ ചെയ്യും, ഉടനെ വരുമായിരിക്കും. തിരക്കാണോ? എടുക്കാൻ പറ്റുമോ? എടുക്കാം, കുറച്ച് കഴിയട്ടെ, എടുക്കാം. ഓക്കെ ശരി ശരി, എന്നാ ഞാൻ ഓർഡർ ചെയ്യട്ടെ. വിളിക്കുകയാണെങ്കിൽ പറയാം. സവാള വേണം, പഞ്ചസാര തീർന്നെന്ന് പറഞ്ഞായിരുന്നു. ഇല്ല, എവിടോട്ടായി പോകുന്നത്? ഉപ്പ്, ചപ്പാത്തി കഴിച്ചേക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വരുമായിരിക്കും. ഓക്കെ. എന്തായാലും ഇനി IPL ഒക്കെ തുടങ്ങുമ്പോ കുറെ സമയം അങ്ങനെ മാറിക്കിട്ടും. ഈ ഒരു എന്തൊരു ചൂടും ബോറടിയാണ്. എന്നാലും വിളിക്കുന്നില്ലല്ലോ, വിളിക്കുമായിരിക്കും. എനിക്കൊരു മിസ് കോള് കിടക്കുന്നുണ്ട്, മാത്യു ഉണ്ട്, ഒന്ന് തിരിച്ചു വിളിച്ചേക്കും. ഹലോ മാത്യു, എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനൊക്കെ ഇരിക്കുന്നു. കുഴപ്പമില്ല, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, കാലൊക്കെ. പിന്നെ മോൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവന് വർക്ക് ഫ്രം ഹോമാണ്. ബിസിയാണ്, നല്ല എന്തൊക്കെയോ വർക്കുകളുണ്ട്, നല്ലതായിട്ടിരിക്കുന്നു. കൂടെ ഉള്ളതൊരാശ്വാസമാണ്. ഞാൻ വേറെ ഒന്നുമില്ല, വിളിച്ചെന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലും സമയം പോലെ വരിക. ഞാനിവിടെ ഫുഡ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുക. അവർ വിളിക്കുമായിരിക്കും. ഞാൻ കട്ട് ചെയ്യട്ടെ. ഇൻസ്റ്റാക്കാരാന്ന് തോന്നുന്നൊരു കോള് വരുന്നുണ്ട്. ഹലോ, വന്നോ? ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് വരാം, വെയിറ്റ് ചെയ്യണേ. ഓക്കെ. മോനെ, ഒരു സാധനം കൊണ്ടുവന്നെന്ന് തോന്നുന്നു. ബിസിയാണോ? ഒന്ന് പോയി എടുക്കാവോ? അച്ഛാ, ഇപ്പൊ പറ്റത്തില്ല, എനിക്ക് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, ഇപ്പൊ പറ്റില്ലേ. ഓക്കെ കുഴപ്പമില്ല, ഞാൻ തന്നെ പോവാം മോനെ. കുഴപ്പമില്ല, ഞാൻ പോവാം. കുഴപ്പമില്ല. പിന്നെ ഞാൻ തന്നെ പിന്നെ
എന്താ സൗണ്ട്? അയ്യോ വെച്ചാ ഒന്ന് വീണു. പറ്റിയോ? എനിക്ക് നോക്കുമ്പോ പറ്റുന്നില്ല. എന്തോ പറ്റിയെന്ന് തോന്നുന്നു. നല്ല വേദനയുണ്ട്. കാലിലാണോ? വേദനയുണ്ട്, അനങ്ങാൻ പറ്റുന്നില്ല. ഈ ചാവിണത് നല്ല വേദനയുണ്ട്. വിളിക്കണം, അവരെ വിളിച്ചു. ഹലോ. ആ എവിടെയാ? താഴോട്ടാ, വരാമോ? ആ ആ ആ ഇപ്പൊ വരും. അയ്യോ അമ്മേ, ഞാനാ വയ്യായേ. ആ ചോപ്പനെ ഒന്ന് വിളിച്ച് കാര്യം പറയാൻ എന്തായാലും ആകെ പ്രയാസമാണ്. ഇവനിത് എടുക്കുന്നില്ലല്ലോ. ഒരു വോയിസ് മെസ്സേജ് ഇടാം. എടാ ജോപ്പ, ഒരക്കിടി പറ്റി, ഒന്ന് വീണു, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, വന്നു, കുറച്ച് ദിവസം റെസ്റ്റ് വേണം, എല്ലാം പ്രയാസത്തിലാണ്. ഒന്ന് കാണാൻ പറ്റുമോ? നമ്മുടെ ബാക്കിയുള്ള വൈസ്മനിലെ ഫ്രണ്ട്സിനെയും കൂടെ ഒക്കെ ഒന്ന് അറിയിക്കണം. എല്ലാം ഉണ്ട്, എന്നാൽ ഒന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ്. എനിക്ക് എങ്ങനെ പറഞ്ഞാലൊന്നും അറിയത്തില്ല. നേരിട്ട് കാണുമ്പോൾ പറയാം, അല്ലെങ്കിൽ നീ ഒന്ന് വിളിക്കും. ഓക്കെ, ബൈ. എടാ ജോപ്പ, ഞാൻ നിന്നെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. അതാ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ഒന്ന് വീണു, എന്നാന്നറിയില്ല. കുറച്ച് ദിവസം മുന്നേ ഒന്ന് വീണു. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ആകെ പ്രയാസത്തില്ല. 5-6 ദിവസമായ ഹോസ്പിറ്റലിലായിരുന്നു. നടക്കാനൊന്നും പറ്റത്തില്ല, പ്രയാസമാണ്. ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. ഇവിടെ സഹായത്തിനൊന്നും ആരുമില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. നമ്മുടെ വൈസ്മനിലുള്ള ബാക്കിയുള്ളവരോടും പറയണം, എപ്പോഴേലും സമയം കിട്ടുമ്പോൾ വാ, എപ്പോഴേലും ഒന്ന് വിളിക്കാമെങ്കിൽ സൗകര്യമായിരുന്നു. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. എടാ മോനെ, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. ആരും വരുന്നില്ലല്ലോ. എൻ്റെ രാജി ഉണ്ടായിരുന്നെങ്കിൽ അവളെന്നെ എന്ത് നന്നായിട്ട് നോക്കിയാനെ. അവൾക്ക് എല്ലാ അസുഖവും വന്ന് നേരത്തെ പോയത് ഞാൻ അവളെ കരുതാത്തതുകൊണ്ട്. എന്ത് മിടിക്കുകയായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ അവളെ സ്നേഹം കൊടുത്തില്ല, അവളെ ബഹുമാനിച്ചില്ല. അതിന് ദൈവം തന്ന ശിക്ഷയാണ്. ഹലോ, ഹസ്ബൻഡ് വന്നില്ലേ? ഹസ്ബൻഡിന് നല്ല ജോലി, ഭയങ്കര ബിസിയാണ്. ഷോപ്പിംഗ് എല്ലാം ഞാൻ തന്നെ.
എണീക്കാൻ പറ, സമയമായി. മോന് സ്കൂളിൽ പോണ്ടേ? ആര് വന്നു? എന്താ മോളെ ലേറ്റ് ആയത്? ട്യൂഷൻ ഉണ്ടായിരുന്നു ആൻറ്റി, അതാ ലേറ്റ് ആയേ. ഇവിടെയും ഭയങ്കര തിരക്ക്. ഒരാൾക്ക് ദോശ, ഒരാൾക്ക് അപ്പം, ഭാവിക്ക് നൂഡിൽസ് വാങ്ങി തന്നേ. ഹലോ, എന്താ അച്ചായ? ഇന്ന് അവർ വൈകിട്ട് 6 മണിക്ക് എത്തും. 6 മണിക്ക് എത്താൻ പറ്റില്ല. ഞാൻ അവരോട് അച്ചായൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു പോയി കേട്ടോ. ഒരു വരുന്നില്ല. വർക്കിച്ചാനും ഉണ്ടാവും. ഒട്ടും വരാൻ പറ്റത്തില്ലേ? തിരക്കാണോ? ശരി ഓക്കെ. ഹലോ റോസി. റോസി, ഇന്ന് വൈകിട്ട് 6 മണിക്ക് നമ്മുടെ വർക്കിച്ചാൻ്റെ മോനും മരുമോളും ഒക്കെ ഇന്നിവിടെ വിരുന്നിന് വരുന്നുണ്ട്. ഇവിടുത്തെ അച്ഛന് തിരക്കാണ്. ഇയർ എൻഡിങ് അല്ലേ, നല്ല ജോലിയുണ്ട്. അവിടുത്തെ ജോസച്ചാനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാൻ പറ്റുമോ? അച്ഛൻ ഇടുക്കിയിലാണോ? ഓ അത് ശരി. പൊടിമോനുണ്ടോ അവിടെ? അവനോട് ഒരു വൈകുന്നേരം 5:30 ആകുമ്പോൾ ഇവിടെ എത്താൻ പറയാം. നീയും വന്നോ കേട്ടോ. കാര്യം അവർ വരുമ്പോൾ ആണുങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ വേണമല്ലോ. ഓക്കെ 6 മണി. 6 മണിക്ക്. ഓക്കെ ശരി. ഹായ് ആൻറ്റി, ഇന്ന് ഓഫല്ലേ ആൻറ്റി? എവിടെ പോകുന്നേ? മോളെ ഇന്ന് കുറച്ച് വിരുന്നുകാരുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു. മോളുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ആൻറ്റി, ഡിസ്ചാർജ് ആയി. ആണോ? കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല. ശരി. ഓക്കെ. നമ്മുടെ സീനിയർ മെമ്പർ രാജേന്ദ്രൻ ഒരു വീഴ്ച പറ്റി കിടപ്പാണ്. നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. പുള്ളിക്ക് പൈസയൊക്കെ ഉണ്ടെങ്കിലും മോൻ മാത്രമേ ഉള്ളൊരു കൂട്ടിന്. അവനാണെങ്കിൽ ഒരു ടൈപ്പുവാ. നിങ്ങൾ പറയും നമുക്ക് എങ്ങനെ സഹായിക്കാമെന്ന്. കെയർ ദ ഏജ്ഡ് ആണല്ലോ വൈസ്മാൻ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ നമ്മുടെ പ്രോജക്റ്റും. നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ, ഞാൻ റെഡി. 5000 പ്രസിഡന്റിന് ഇന്ന് GPay ചെയ്തിട്ടുണ്ട്. അഡൾട്ട് ഡയപ്പേഴ്സ് ഒരു 100 എണ്ണം കൊടുക്കാം. പിന്നെ വല്ല മെഡിക്കൽ സപ്പോർട്ട് വേണോ? ഓക്കെ. ഷുവലി ഞാനും ഒരു 5K ട്രാൻസ്ഫേർഡ്. ഡയപ്പേഴ്സ് അതൊക്കെ വേണം, ഉറപ്പായിട്ട് യൂസ്ഫുൾ. പിന്നെ ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ പുള്ളിക്ക് മൊബിലിറ്റി നന്നാവും. ഹർഷ, ക്യാൻ യു മാനേജ് വൺ ഫോർ എ ലോവർ റേറ്റ്? അതെ, പ്രസിഡന്റ് പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. അപ്പം നല്ല ബുദ്ധിമുട്ടാണ് ഈ സമയത്ത്. അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. കാലൊന്നും നീട്ടി വയ്ക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. പിന്നെ ഈ ബാത്റൂമിൽ പോകുന്നത് പറയാനും ഒക്കത്തില്ല. അപ്പം അതുകൊണ്ടൊരു കമ്മോഡൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കിട്ടും ഇപ്പം. പിന്നെ ഇദ്ദേഹത്തിന് നല്ല സൈസും വെയിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെ വേണം. അപ്പോൾ ഇവിടെ ഓസ്ട്രിച്ച് മൊബിലിറ്റിയുടെ വീൽ ചെയർ ഇതേലത്തെ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അത് മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, എല്ലാം ഏറ്റവും അവസാനം നമ്മളൊക്കെ തിരക്കി ഇറങ്ങത്തുള്ളൂ. സത്യമാണ്. ഈ കാലൊക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഇട്ട് അനങ്ങാൻ വയ്യാതിരിക്കുമ്പോൾ വിളിക്കും. അതുപോലെ നടുവേദന വന്ന് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ 2 പേരുടെ സഹായം ഉള്ളപ്പോഴൊക്കെ വിളിക്കും. ഈ റിമോട്ടൊക്കെ ഉള്ള തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 10,000 രൂപ കൊടുത്താലും റെന്റിന് പോലും കിട്ടാനില്ല. വലിയ പാടാണ് അത് കിട്ടാനൊക്കെ. ഈ ആക്ച്വലി ഒരു ഒരെണ്ണം നമ്മുടെയൊക്കെ വീട്ടിൽ വാങ്ങിച്ചിട്ടാൻ ആവുന്നതേ ഉള്ളൂ. മറ്റേതുമായിട്ട് സാധാരണമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു മുറിയിൽ ഒരെണ്ണം നമ്മൾ ഈ വീട് മാറുമ്പോഴോ അല്ലെ പഴയതൊന്ന് മാറ്റുമ്പോഴോ ഒക്കെ, അല്ലെ പുതിയ വീട് വയ്ക്കുമ്പം തീർച്ചയായിട്ടും ഒരെണ്ണം ഇതേലത്തെ ഒരെണ്ണം ഒരു മുറിയിൽ ഒരെണ്ണം മതി ഒരു വീട്ടിൽ. അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊക്കെ എപ്പോഴായി ഓരോന്നൊക്കെ വരുന്നതെന്ന് അറിയാൻ ഒക്കത്തില്ലല്ലോ. ആവശ്യം വരുമ്പം അന്നേരം കിടന്ന് ഓടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് വളരെ നല്ലതായിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എപ്പോഴാണ് ആവശ്യം വരുന്നത് അറിയാൻ വയ്യ. അന്നേരം കിടന്ന് ഓടുകയും വേണ്ട. അതുകൊണ്ട് വീൽ ചെയറിൻ്റെ കാര്യം നിങ്ങൾ എഗ്രി ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓസ്ട്രിച്ചിൻ്റെ തന്നെ വീൽ ചെയർ എടുക്കാം. ഞാനത് നോക്കട്ടെ. നമ്മുടെ ഫണ്ടിൽ നിന്ന് CSRൻ്റെ ബഡ്ജറ്റിൽ നിന്ന് ഒരു ചെറിയ ഫണ്ട് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുമെന്നും കൂടെ ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പം ശരി. വീൽ ചെയർ കിട്ടിയതൊക്കെ ഭയങ്കര ആശ്വാസമായി. എന്തൊരു തണുപ്പ്. ആരെങ്കിലും ഈ ഫാനൊന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ. മോനെ, എടാ ഫാനൊന്ന് ഓഫ് ചെയ്യാവോ? ആരും വരുന്നില്ലല്ലോ. അവള് കൊച്ചുണ്ടായിരുന്നെങ്കിൽ എന്തിനാ അവളെ 'ഡിവോഴ്സ്' ചെയ്തു. ഞാൻ കുറച്ചും കൂടെ 'ഡിവോഴ്സ്' ചെയ്തു. 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 'ഡിവോഴ്സ്'
അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അവളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷകരമായിരുന്നു. എന്തോ ഇത് എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കും. രണ്ടക്ഷരം പഠിച്ചൂടെ മോളെ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എന്തോ പഠിക്കുന്ന? ഫോണിൽ തോണ്ടുന്നതോ? അല്ല, ഗൂഗിളിൽ നോക്കി. എന്തോ ഗൂഗിൾ? ഇതൊക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ട്. മോളെ, ഇവര് ന്യൂജൻ അല്ലേ? ഇവർക്ക് ഇതൊക്കെ ആകാം. എന്തോ ന്യൂജൻ, ചുമ്മാ ഓരോന്നും പറയും. ആ രാജേന്ദ്രന്റെ സുഖമില്ലെന്നറിഞ്ഞു. നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ? എനിക്ക് കേൾക്കണ്ട, ഞാൻ കുറെ അനുഭവിച്ചത്. ക്ഷീണം കിടക്കണമല്ലോ. മോനെ, എനിക്ക് ഒന്ന് കിടക്കണമായിരുന്നു. എന്നെ ഒന്ന് കിടത്താമോ? അച്ഛാ എപ്പോഴും ഇങ്ങനെയാണെന്ന് എന്നെ വിളിച്ചോണ്ടിരുന്ന എന്റെ ജോലി ചെയ്യണ്ടേ അച്ഛാ? എനിക്ക് കുറെ നേരമായല്ലോ എപ്പോഴും കിടക്കണം ഇരിക്കണം. എനിക്ക് എന്റെ ജോലി ചെയ്യണ്ടേ? അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം ജോലി കിടപ്പുണ്ട്. ഇത് വന്ന അന്ന് അച്ഛൻ വന്നിരുന്ന് ചെയ്യും. കുറച്ചുനേരം അച്ഛൻ ഇവിടെ ഇരിക്കും, നോക്കട്ടെ, ഇപ്പൊ വരാം. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ഞാനിരിക്കാം. ഇടാ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ദാഹിക്കുന്നു, കുറച്ച് വെള്ളം. തരാം. അയ്യോ ഞാനെന്ത് ചെയ്യും? അവനെ എങ്ങനെ ഞാൻ മോനെ പേടിക്കണ്ട.